പ്രിയപ്പെട്ടവരെ, യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥനയാണ് ജപമാല. പക്ഷേ അത് നമ്മൾ ചൊല്ലുമ്പോൾ ചിലവർക്ക് ലുത്തീനി പ്രത്യേകിച്ച് അത് ഫ്ലൈറ്റ് പോകുന്ന സ്പീഡിൽ പോകും, ചിലരുടെ ട്രെയിൻ പോകുന്ന സ്പീഡിലായിരിക്കും, ചിലരുടെ പ്രൈവറ്റ് ബസ് പോകുന്ന സ്പീഡിലായിരിക്കും. നമുക്കത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല എങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും ചൊല്ലി തീർക്കുന്നു. അതിവേഗം ബഹുദൂരം. സത്യമല്ലേ അത്? അപ്പം ഞാൻ ഓർക്കുവാണ്, എനിക്കും ഈ ലുത്തീനിയ ചൊല്ലുമ്പോൾ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അനുഭവപ്പെട്ടിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കലും ഞാൻ നമ്മുടെ ബെന്നി പുന്നത്തറ സാറിൻ്റെ ഒരു ആത്മീയ ഗ്രന്ഥം വായിക്കാനിടയായി. അതിനകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഈ ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവേ എന്ന അഭിസംബോധനയുടെ പശ്ചാത്തലമെന്ന്. ഈ പശ്ചാത്തലം അറിഞ്ഞ നാൾ മുതൽ ഉള്ള സത്യം നിങ്ങളോട് ഞാൻ പറയുവാണെങ്കിൽ ആ അവദാനം ചൊല്ലുമ്പോൾ എനിക്ക് കുളിര് പോരും. എന്താന്ന് ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ. അതായത് 15-ാം നൂറ്റാണ്ടിൽ 5-ാം പീസ് പാപ്പയുടെ കാലത്ത് യൂറോപ്പിലുള്ള ക്രിസ്ത്യാനികൾക്കെതിരെ തുർക്കികൾ യുദ്ധത്തിന് വരുവാണ്. അന്ന് കടലിലൂടെയാണ് യുദ്ധം. അപ്പോൾ ഈ ലെപ്പാൻഡോ കടലിടുക്കിലൂടെ ഇവർ യുദ്ധത്തിന് നമുക്കെതിരെ വരുമ്പോൾ നമുക്ക് സൈന്യബലമില്ല, നമുക്ക് കരബലമില്ല. അപ്പം നമ്മുടെ 5-ാം പീസ് പാപ്പ നമ്മുടെ ക്രൈസ്തവരോട് പറഞ്ഞു, മക്കളെ എല്ലാവരും അഖണ്ഡ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, അങ്ങനെ നമുക്ക് യുദ്ധത്തിൽ വിജയം വരിക്കാം. അങ്ങനെ നമ്മുടെ എല്ലാവരും അഖണ്ഡ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. പ്രിയപ്പെട്ടവരെ, പിന്നീടുണ്ടായ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അവിശ്വസനീയമാണത്. അതായത് ഈ തുർക്കികൾ കടലിലൂടെ നമുക്കെതിരെ യുദ്ധത്തിന് വരുമ്പോൾ കാറ്റ് അവർക്ക് പ്രതികൂലമായിട്ട് വീശി. ഒരു തരത്തിലും അവർക്ക് തീരെ തടയാൻ സാധിച്ചില്ല. അങ്ങനെ അവർ തിരിച്ചുപോയി. അങ്ങനെയാണ് 5-ാം പീസ് പാപ്പ ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവേ എന്ന അഭിസംബോധന ലുത്തീനിയയിൽ കൂട്ടിച്ചേർത്തത്. അപ്പൊ ഇനി നമ്മൾ ലുത്തീനിയ ചൊല്ലുമ്പോൾ ഇത് ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിലത് സ്പർശിക്കണം, എന്ത് സംഭവമാണിത്. പിന്നീട് നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ പാഷണ്ഡതകൾ, മറ്റ് പ്രസ്ഥാനങ്ങൾ, ഇതെല്ലാം സഭയെ തകർക്കാൻ ശക്തമായിരുന്നു. അപ്പോഴാണ് പരിശുദ്ധി അമ്മ വിശുദ്ധ ഡൊമിനിക്കിന് ജപമാല കൊടുക്കുന്നതും ജപമാല ഏന്തി പ്രാർത്ഥിക്കാൻ പറയുന്നത്. 10-ാം പീസ് പാപ്പ പറയുന്നുണ്ട്, ആയുധമേന്തിയ കരങ്ങളെക്കാൾ ശക്തമാണ് ജപമാല ഏന്തിയ കരങ്ങൾ. ഇതെല്ലാം പറയുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു കാര്യം ഇതാണ്, നമ്മുടെ കുടുംബത്തിൽ ഒരമ്മ ഉണ്ടെങ്കിൽ ഏത് സങ്കടവും അമ്മ സന്തോഷമായിട്ട് മാറ്റും. ഒരിക്കൽ ക്രിസ്ത്യൻ ധ്യാനത്തിന് ഒരു കുഞ്ഞ് ഭയങ്കര കരച്ചിൽ. അപ്പം ഞാൻ അവനെ വിളിച്ചിട്ട് ചോദിച്ചു, എൻ്റെ മോനെ എന്തിനിങ്ങനെ കരയണം, എന്താ കാര്യം? അപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് എൻ്റെ മമ്മിയോട് സംസാരിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, ഫോൺ വിളിച്ചു തന്നാൽ മതിയോ? അപ്പോൾ അവൻ പറഞ്ഞു, അത് മതി. ഞാൻ ഫോൺ വിളിച്ചു കൊടുത്തു. അപ്പോൾ ഉടനെ തന്നെ ഇവൻ അമ്മയോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്നെ അത്ഭുതപ്പെടുത്തി. അമ്മയുടെ സ്വരം കേൾക്കാഞ്ഞിട്ടല്ലേ ഞാൻ ഇവിടെ കിടന്ന് കരയണത്? അമ്മ എന്നോട് എന്താ ഫോൺ വിളിക്കാഞ്ഞ്, എന്നോട് എന്താ സംസാരിക്കാതിരുന്നത്? പ്രിയപ്പെട്ട മക്കളെ, ഈ കാലഘട്ടത്തിൽ നമ്മളും കഠിനമായ പ്രലോഭനങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇതിലൂടെ എല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം അമ്മമാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധി അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അമ്മമാരോട് നീ പറഞ്ഞു കൊടുക്കണം, മക്കളെ ഓർത്ത് ഇതിന് മാത്രം ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ എത്ര ഉത്കണ്ഠപ്പെട്ടാലും അവർ പോകുന്ന എല്ലായിടത്തും നിങ്ങൾക്ക് പോകാൻ പറ്റുമോ? നടക്കണ കാര്യമല്ലത്. പക്ഷെ ഒരു കാര്യം ചെയ്യണം, അവരെ എൻ്റെ വിമല ഹൃദയത്തിൻ്റെ പ്രതിഷ്ഠിക്കാൻ അമ്മമാരോട് പറ. അപ്പോൾ അവരെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്തോളും. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വ്യാകുല മാതാവിൻ്റെ നാമത്തിലുള്ള ഒരു പള്ളിയിലാണ് ഞാൻ കഴിഞ്ഞ 3 വർഷങ്ങളിലായിരുന്നത്. അപ്പോൾ അവിടുത്തെ അമ്മച്ചിമാരെന്നും പറയും, സിസ്റ്ററേ, സങ്കടങ്ങളിൽ കൂട്ടുനിന്നത് ഈ അമ്മയാണ്. അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും കാര്യമായിട്ടില്ല. വെളുപ്പിന് ഇവർ പള്ളിയിലേക്ക് വരുമ്പോൾ പലപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്, ഇവരെങ്ങനെ വരുന്നു ഇത്രയും പ്രതിസന്ധികളെ തരണം ചെയ്ത്. അവർ പറയുവാണ്, വരാതിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. വീണ്ടും ഞാനൊരു അനുഭവം ഓർക്കുവാണ്. ഒരു അമ്മച്ചി പറഞ്ഞത്, ഹസ്ബൻഡ് ഭയങ്കര കുടിയാണ്, ഒരു രക്ഷയില്ല, ജീവിതം തന്നെ മടുത്തു. ഇവരെന്നും ജപമാലയിൽ പ്രാർത്ഥിക്കും, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും, വചനം വായിക്കും, എന്നിട്ട് അവർക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല. ഒരു ദിവസം ഈശോ വന്നിട്ട് അമ്മച്ചിയോട് പറഞ്ഞു, മോളെ വിഷമിക്കേണ്ട, നിന്റെ സങ്കടങ്ങൾക്കെല്ലാം ആശ്വാസമുണ്ട്, നീ പരിശുദ്ധി അമ്മയെ മുറുകെ പിടിക്കുക. അന്ന് മുതൽ ആ ചേട്ടൻ്റെ മദ്യപാനം അവിടെ അവസാനിച്ചു. നമുക്ക് നമ്മുടെ അമ്മയെ മുറുകെ പിടിക്കാം. അമ്മ കൂട്ടിനുള്ളപ്പോൾ നമ്മളെ തകർക്കാൻ ആർക്കും സാധിക്കില്ല. ഈ ലഹരിയും മറ്റ് മാധ്യമങ്ങളും സൈബർ ആക്രമണങ്ങളും എല്ലാം തകർത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് അമ്മയെ ഭരമേൽപ്പിക്കാം. നമുക്ക് ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കാൻ. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
അപ്പൊ ചിലർക്കൊരു സംശയം തോന്നും, ഈ മാതാവിനോടാണല്ലോ കൂടുതൽ ബന്ധം വരിക. മാതാവിനോട് ബന്ധം വന്നാൽ മാതാവ് നമ്മളെ ഈശോയിലേക്ക് അടുപ്പിക്കും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 19 27 തിരുവചനം ഇങ്ങനെ പറയുന്നു. തൻ്റെ അന്ത്യവിനാഴികയിൽ ഈശോ തൻ്റെ അരുമ ശിഷ്യനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. വചനം പറയുവാണ്, അപ്പോൾ മുതൽ അവൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. നമ്മുടെ കുടുംബവും തകരണമെങ്കിൽ മാതാവിനെ സ്വന്തം ഭവനത്തിൽ സ്വീകരിക്കാതിരുന്നാൽ മാത്രമേ തകരുള്ളൂ. അമ്മയെ കൂട്ടുപിടിക്കുന്ന ഒരു കുടുംബവും ഇന്നുവരെ തകർന്നതായി നമ്മൾ ചരിത്രത്തിൽ കേട്ടിട്ടില്ല. തിരുസഭയെ അനാഥമായിട്ട് വിടാതിരിക്കാനാണ് പരിശുദ്ധ അമ്മയെ നമുക്ക് തിരുസഭയ്ക്ക് അമ്മയായി ഈശോ നൽകിയത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപ്പോൾ ഇനി ലുത്തീനെ ചൊല്ലുമ്പോൾ അതിവേഗം ബഹുദൂരം വേണ്ട, ഫ്ലൈറ്റിൻ്റെയോ ട്രെയിനിൻ്റെയോ പ്രൈവറ്റ് ബസ്സിന് ഒന്നും സ്പീഡ് വേണ്ട. പിന്നെ എന്ത് ചെയ്യണം? സാധാരണ സ്പീഡിൽ ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും യേശു അനുഗ്രഹിക്കട്ടെ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.